അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിക്കുക എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, അള്ളാഹു ഒരു വ്യക്തിക്ക് നന്മ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, അവന് മതത്തിൽ അവഗാഹം നൽകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഹദീസ് വെച്ചാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് മതത്തിൽ അവഗാഹം നൽകുകയില്ല എന്ന് തിരിച്ചു മനസ്സിലാക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മതത്തിൽ അവഗാഹം നേടാനും മതം പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെയാണ് നമ്മളിങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പൊതുനിയമങ്ങൾ, അൽ ഖവാഇദു അൽ ഫിഖ്ഹിയ്യത്തു എന്ന ഒരു വിജ്ഞാന ശാഖയിലെ അതിൽ തുടക്കക്കാർ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അത് തന്നെ പണ്ഡിതന്മാർ എഴുതി വെച്ചത് നമ്മൾ പറയുന്നു എന്ന് മാത്രം. അതിൽ രണ്ട് ഖാഇദകൾ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചു. ഒന്ന്, അൽ ഉമൂറു ബി മഖാസിദിഹ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിയ്യത്തുകൾക്കനുസരിച്ചിട്ടാണ്, നമ്മുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് അതിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രതിഫലവും അതിനുള്ള ശിക്ഷയാണെങ്കിൽ ശിക്ഷയും ഒക്കെ നിശ്ചയിക്കുക. നിയ്യത്തുകൾക്കനുസരിച്ചിട്ടാണ് എല്ലാം എന്ന് പറഞ്ഞു. അത് ഇസ്ലാമിക ശരീഅത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖായിദയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടാമതായി മസ്ലഹത്ത് മഫ്സദത്തുകളെ കുറിച്ച് ചർച്ച ചെയ്തു. ദീന് മസ്ലഹത്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കുക, മഫ്സദത്ത് കുഴപ്പങ്ങൾ ഇല്ലാതാക്കാനാണ് മതത്തിൻ്റെ എല്ലാ നിയമങ്ങളും പരിശ്രമിക്കുക എന്ന് പറഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പുതിയ ഒരു ഖാഇദയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ ഒരുങ്ങിയിരിക്കണം. 15ാമത്തെ വരി ഇങ്ങനെയാണ് കിതാബിൽ: ومن قواعد الشريعة التيسير في كل أمر نابه تعسير. ومن قواعد الشريعة, ഇസ്ലാമിക ശരീഅത്തിൻ്റെ പൊതുനിയമങ്ങളിൽ പെട്ടതാണ് അത്തൈസീറു, എളുപ്പം കൊണ്ടുവരിക എന്നുള്ളത്. എളുപ്പമുണ്ടാക്കുക എന്നുള്ളത് ദീനിൻ്റെ ഒരു പൊതുനിയമമാണ്. എപ്പോ? ഫീ കുല്ലി അംരിൻ, എല്ലാ കാര്യങ്ങളിലും, നാബഹു അതിനോടടുത്തു, ഏതെങ്കിലും ഒരു കാര്യത്തിൽ വന്നു, തഅസീറു പ്രയാസം വന്നു. അപ്പോൾ ദീന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, എവിടെയൊക്കെ പ്രയാസങ്ങളുണ്ടോ അവിടെയൊക്കെ ശരീഅത്ത് ഒരു എളുപ്പം കൊണ്ടുവരും. അതായത് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് കൃത്യമായി ചെയ്യണം എന്ന് ദീനിലുണ്ട്, വളരെ കൃത്യമായി ചെയ്യണം എന്ന് ദീന് കൊണ്ടുനടക്കുന്ന ആളുകൾക്കും അനുഷ്ഠിക്കുന്ന ആളുകൾക്കും ഉണ്ടാകും. ദീൻ ഇങ്ങനെയാണല്ലോ പറയുന്നത്, പിന്നെ നമ്മളതിൽ ഇളവ് വരുത്താൻ പാടില്ലല്ലോ എന്നാണ് പൊതുവെ നമ്മളൊക്കെ പറയാറുള്ളത്. അങ്ങനെ തന്നെയാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ദീൻ തന്നെ, മതം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് ചില ഇളവുകൾ തന്നിട്ടുണ്ട്. അത് എവിടെയൊക്കെ പ്രയാസം വരുന്നുണ്ട് അവിടെയൊക്കെ ഇളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് ഇസ്ലാമിക ശരീഅത്ത് മുഴുവൻ എടുത്തു നോക്കിയാൽ നമുക്ക് കാണുന്ന ഒരു പൊതു നിയമമാണ്. എവിടെയൊക്കെ പ്രയാസം വരാൻ ചാൻസ് ഉണ്ടോ അവിടെയൊക്കെ അല്ലാഹു ഒരു ഇളവ് തരും. അത് നമ്മുടെ മതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാണിച്ച വലിയൊരു റഹ്മത്താണ്. ഈ ഒരു ഖായിദയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പൊതുനിയമവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏകദേശം ഒരു 7 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്.
7 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. എല്ലാം ചിലപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിലും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, വരിയുടെ അർത്ഥം ശ്രദ്ധിക്കുക. വമിൻ ഖവാഇദി ശരീഅത്തി, ശരീഅത്തിൻ്റെ, ഇസ്ലാമിക ശരീഅത്തിൻ്റെ പൊതു നിയമത്തിൽ പെട്ടതാണ് അത്തൈസീറു, എളുപ്പം കൊണ്ടുവരിക. ഫീ കുല്ലി അംരിൻ, എല്ലാ കാര്യത്തിലും എളുപ്പം കൊണ്ടുവരിക. ആ കാര്യത്തിൽ നാബഹു, അതിനോട് അടുത്തിട്ടുണ്ട്, തഅസീറു, പ്രയാസം എടുത്തിട്ടുണ്ടെങ്കിൽ, പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ, പ്രയാസമുള്ള എല്ലാ കാര്യത്തിലും എളുപ്പം കൊണ്ടുവരിക എന്നുള്ളത് മതത്തിൻ്റെ ഒരടിസ്ഥാന നിയമമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കണം. ഇതിൽ നമുക്ക് ഒന്നാമതായി പഠിക്കാനുള്ള എന്താണ് ഈ ഖായിദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു. എന്തായാലും അതിൻ്റെ ഒരു ഉദ്ദേശം, അതിൻ്റെ അർത്ഥവും അതിൻ്റെ തെളിവുകളും ഈ ഖായിദ ഖുർആനിലും ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ, ഖുർആനിൽ ഈ ഖായിദക്ക് അടിസ്ഥാനങ്ങളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യമായിട്ട്. അപ്പം ഈ ഖായിദ പൊതുവെ പണ്ഡിതന്മാർ ഉപയോഗിക്കാറുള്ളത് അൽ മശഖ്ഖത്തു തജ്ലിബു അത്തൈസീർ എന്നാണ്. ഈ ഖായിദക്ക് പൊതുവെ ഫുഖഹാക്കൾ പ്രയോഗിക്കാറുള്ളൊരു പ്രയോഗം. അൽ മശഖ്ഖത്തു, പ്രയാസം, തജ്ലിബു, അത് വലിച്ചു കൊണ്ടുവരും, അത്തൈസീറ, എളുപ്പത്തെ വലിച്ചു കൊണ്ടുവരും എന്ന് അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കാറുണ്ട്. നമ്മൾ ബൈത്ത് ചൊല്ലിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. പൊതുവെ പഠിപ്പിക്കാറുള്ളത് അൽ മശഖ്ഖത്തു തജ്ലിബു അത്തൈസീർ, എവിടെ പ്രയാസമുണ്ടോ അവിടെ ശരീഅത്ത് എളുപ്പത്തെ കൊണ്ടുവരും. അപ്പം എന്താണ് മശഖ്ഖത്ത് എന്ന് പറഞ്ഞാൽ, എന്താണ് പ്രയാസം? മശഖ്ഖത്ത് എന്നുള്ളത് ഭാഷയിൽ ക്ഷീണത്തിന് ഉപയോഗിക്കാറുണ്ട്. ക്ഷീണം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാത്രാമൃഗങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ, വിദൂരമായ സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ യാത്രാമൃഗങ്ങൾ വളരെ എളുപ്പത്തിൽ എത്തിക്കും, നിങ്ങൾക്ക് വലിയ പ്രയാസമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശിഖിൽ അൻഫുസ്, നിങ്ങളുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലേക്ക് അള്ളാഹു നിങ്ങൾക്ക് യാത്രാമൃഗങ്ങളെ സംവിധാനിച്ചു എന്ന് സൂറത്തു നഹ്ലിൻ്റെ തുടക്കത്തിൽ കാണാം. ആ ഒരു ആയത്ത് ഈ ഒരു തഅബ് എന്നുള്ള അർത്ഥത്തിലാണ് ഷിഖ് എന്ന് പ്രയോഗിച്ചത്. തൈസീർ എന്ന് പറഞ്ഞാൽ എളുപ്പം, സുഹൂലത്ത്, ലീന്, എളുപ്പം എന്നർത്ഥം. അപ്പോൾ എന്താണ് ഈ ഖായിദയുടെ അർത്ഥം? എവിടെയൊക്കെ പ്രയാസങ്ങൾ വരുന്നുണ്ടോ അവിടെ മുക്കല്ലഫിന്, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദീന് കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് എവിടെയൊക്കെ പ്രയാസം വരുന്നുണ്ടോ അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു എളുപ്പത്തിനുള്ള കാരണമായി നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ അള്ളാഹു തഖ്ഫീഫ് ചെയ്യും, ഹുക്കുമുകളിൽ ചെറിയ ഇളവുകൾ നമ്മൾക്ക് തരും. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഇളവുകളല്ല, പ്രത്യേകം ചിന്തിക്കണം, പ്രത്യേകം ആലോചിക്കണം, പ്രത്യേകം പഠിക്കേണ്ടതാണ്. നമ്മൾ എടുക്കുന്ന ഇളവുകളല്ല, അള്ളാഹ് നമുക്ക് തന്ന ഇളവുകളാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഈ ഖായിദക്ക് തെളിവ് ഉണ്ടോ എന്നാണ്. തെളിവുണ്ട്, ഖുർആനിൽ ഒരുപാട് തെളിവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അവസാനത്തെ ആയത്ത്, റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി എന്ന പ്രാർത്ഥന വിശ്വാസികളുടെ പ്രാർത്ഥനയായി പരിചയപ്പെടുത്തി. അള്ളാഹുവെ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ കൊണ്ട് കഴിയാത്തത് നീ ഞങ്ങളുടെ മേൽ വഹിപ്പിക്കരുതേ. അപ്പോൾ അള്ളാഹ് നമുക്ക് കഴിയുന്നതേ നമ്മുടെ മേൽ എന്ത് ചെയ്യുള്ളൂ, തരുള്ളൂ എന്നുറപ്പാണ്. ഭയങ്കരമായി യാത്ര കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാൾക്ക്, അയാൾക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളുണ്ടെങ്കിൽ അള്ളാഹു നോമ്പെടുക്കാൻ നിർബന്ധിക്കൂല. അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല എന്ന് പറയും. അത് ഈ ശരീഅത്ത് തരുന്നൊരു യുസ്റാണ്. പിന്നെ അതേ ആയത്ത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അള്ളാഹു ഒരു ശരീരത്തെയും അതിന് സാധിക്കുന്നതല്ലാതെ ഏൽപ്പിക്കുകയില്ല. പിന്നെ സൂറത്തുൽ ബഖറയിൽ തൊട്ട് 185 ആയത്ത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. നോമ്പുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്തപ്പോൾ അവിടെ പറഞ്ഞൊരായത്താണ്. പിന്നെ സൂറത്തുൽ ഹജ്ജിൽ വമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജിൻ, അള്ളാഹു ദീനിൽ നിങ്ങൾക്ക് ഒരു പ്രയാസവും നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു ഹദീസ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദങ്ങൾ, ഹദീസിൻ്റെ തിരുവചനങ്ങൾ, നബി തങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇന്നദ്ദീന യുസ്റുൻ, മതം എളുപ്പമാണ്. അത് ആരെങ്കിലും പ്രയാസമാക്കാൻ നോക്കിയാൽ മതം അവനെ അതിജയിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ എളുപ്പമാണ് ദീന്, ഇടങ്ങാറാക്കാൻ നോക്കിയാൽ നമുക്ക് ഇടങ്ങാറാവും. ദീൻ എളുപ്പമാണെന്നാണ്. പിന്നെ യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കണം, നിങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളാണ്. പിന്നെ മാത്രമല്ല ഇജ്മാ ഉണ്ട്, ഒരുപാട് ഹദീസുണ്ട്, ഇജ്മാ ഉണ്ട്. ഇജ്മാ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉലമാക്കൾ ഏകോപിച്ച അഭിപ്രായമാണ് ഈ ഖായിദ ദീനിൻ്റെ സ്ഥിരപ്പെട്ടൊരു നിയമമാണ് എന്നുള്ളത്. എവിടെ പ്രയാസം വരുന്നോ അവിടെ ശരീഅത്ത് എളുപ്പം കൊണ്ടുവരും. ഇതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക്
ഇതിനൊന്ന് വിശാലമായി ആഴത്തിലിറങ്ങി പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് മശക്കത്ത് എന്ന് പറയുന്നത് ഈ പ്രയാസം. എന്തിനൊക്കെയാണ് പ്രയാസം എന്ന് പറയാം, എന്തിനൊക്കെ പ്രയാസം എന്ന് പറയാൻ പറ്റൂല. പൊതുവെ മശക്കത്തിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. പ്രയാസത്തെ മൂന്നായി തരംതിരിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. മശക്കത്തെ മൂന്നായി തരംതിരിക്കുക. ഒന്ന്, നമുക്ക് തീരെ കഴിയാത്തത്, അത് ഭയങ്കര പ്രയാസമാണ്. അത് പൊതുവെ പതിവിന് വിപരീതമായ നമുക്ക് താങ്ങാൻ പോലും കഴിയാത്ത പ്രയാസമാണെങ്കിൽ ശരീരത്തിൽ നമ്മൾ അത് എന്ത് ചെയ്യൂല, ഏൽപ്പിക്കുകയില്ല. ശരീരത്തിൽ അത് ചർച്ച ഉണ്ടാവില്ല. അപ്പം മശക്കത്തുൻ ഖാരിജത്തുൻ അനിൽ ആദ, അതാണ് ഒന്നാമത്തത്. അതൊരിക്കലും ശാരിയെ ഏൽപ്പിക്കൂല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഇപ്പോൾ ഉദാഹരണത്തിന് വിസ്വാൽ നോമ്പ്, അതായത് അത്തായൊന്നും കഴിക്കാതെ 2 ദിവസം 3 ദിവസമൊക്കെ തുടർച്ചയായി നോമ്പ് നോൽക്കുക, 4 ദിവസമൊക്കെ തുടർച്ചയായി നോമ്പ് നോറ്റാൽ അത് ശാരി നമ്മൾ എന്തായാലും എന്ത് ചെയ്യൂല, ഏൽപ്പിക്കൂല. കാരണം അത് പുറത്തുള്ളതാണ്, നമ്മുടെ കഴിവിനും പുറത്തുള്ളതാണ്, അത് കഴിയൂല. അപ്പോൾ ഈ ആയത്ത് പഠിപ്പിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാനി തഫ്സീറിലൊക്കെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു നഅം നഅം എന്ന് പറയുന്നുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ എന്ന് കഴിഞ്ഞിട്ട് റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ തഖത ലനാ ബിഹി എന്നൊക്കെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെ അതെ എന്ന് പറയുന്നുണ്ട്. അല്ലാഹു നമ്മൾക്ക് അങ്ങനെ അത് അനുവദിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് കഴിയാത്തത് എന്തായാലും ശരിയാത്ത് ഏൽപ്പിക്കൂല. അങ്ങനത്തെ മശക്കത്തുകൾ ഉണ്ടാകും. അത് നമ്മുടെ കഴിവിനും പുറത്തുള്ളതാണെങ്കിൽ ശരി നമ്മൾ ഏൽപ്പിക്കൂല. ഇപ്പം നമ്മുടെ മുഴുവൻ സമ്പത്തും സക്കാത്ത് കൊടുക്കണം, ശരിയത്ത് പറയോ? ഇല്ല. മുഴുവൻ നമുക്കുള്ള എല്ലാ സ്വത്തും സക്കാത്ത് കൊടുക്കാൻ ഒരിക്കലും ശരിയത്ത് പറയൂല. അതേപോലെ തന്നെ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാനും ആര് പറയൂല, നിർബന്ധമാണെന്ന്. എല്ലാ വർഷവും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണെന്ന് ശരിയത്ത് പറയില്ല. പൊതുവെ അത് ആദത്തിന് വിപരീതമാണ്. എല്ലാവർക്കും എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാൻ ചിലവർക്ക് 1-2 വ്യക്തികൾക്ക് സാധിക്കാന്നല്ലാതെ അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് ശരിയത്ത് അങ്ങനെ കൽപ്പിക്കൂല. പിന്നെ അത് നമുക്ക് മശക്കത്തുണ്ട്, രണ്ടാമത്തെ രീതിയാണ്. മശക്കത്തുണ്ട്, അത് നമുക്ക് താങ്ങുന്നതാണ്. ഇപ്പോൾ അതെല്ലാത്തിലും ഉണ്ടാവും. പ്രയാസമില്ലാത്തൊരു കാര്യം ഉണ്ടാവില്ല. നമുക്കൊരു ആശ്വാസം കിട്ടണോ, അതിലെന്തുണ്ടാവും, ആദ്യം പ്രയാസപ്പെടണം. അത് എന്തെന്നാണെങ്കിലും ദുനിയാവിൻ്റെ ഒരു നിയമമാണത്. നമുക്കൊരു റാഹത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം, നമ്മൾ കുറച്ച് പ്രയാസപ്പെടണം. അപ്പം അത് ഇപ്പോൾ ഈ ഭാഗത്തുകളിൽ ഉണ്ടാവും. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഭാഗത്തുകളിൽ ഈ നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് നോൽക്കുക, പ്രയാസം ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഹജ്ജിനുള്ള യാത്രകൾ ഇന്നത്തെ കാലത്ത് അത്ര പ്രയാസം ഉണ്ടാവില്ല. പണ്ട് നമ്മൾ ഈ കപ്പൽ യാത്രയും മറ്റു കാര്യങ്ങളിലൊക്കെ ഭയങ്കര കുറച്ചുകൂടി പ്രയാസമുള്ള സമയങ്ങളുണ്ട്. പിന്നെ ജിഹാദ്, പിന്നെ ഈ സുബഹിക്ക് രാവിലെ പള്ളിയിലേക്കൊക്കെ എഴുന്നേറ്റ് ഒതു കൊടുത്തൊക്കെയാണ് വരണ്ടേ. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഓന് ചെറിയൊരു താബ് അതിലുണ്ടാകാം. പക്ഷെ അതിന് വലിയൊരു ആശ. അതിന് താബ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് അതൊരു പ്രയാസമാണോ എന്ന് പറയാൻ പറ്റൂല. എന്നാലും അതില്ലാതെ ഒന്നും ഉണ്ടാവില്ല. അപ്പം അത് നമ്മൾ എന്തായാലും ദീനിലുണ്ടാകും. ഇപ്പം തണുപ്പുള്ള സമയത്ത് കുളി നിർബന്ധം. ഒരാൾ കുളിക്കാനേ വേണമല്ലോ. രോഗമുള്ള ആളെ പറ്റിയല്ല പറയണത്. ജനാപത്തുകാരനാണ്, നല്ല തണുപ്പുണ്ട്, എന്ത് ചെയ്യണം, കുളിക്കണമല്ലോ. കുളിക്കാൻ നിസ്കാരം സ്വീകരിക്കൂലല്ലോ. അപ്പം അതൊക്കെ ഉണ്ടാവും. പിന്നെ ശിക്ഷാ നടപടികൾ, ഖിസാസ്, അതൊക്കെ ആ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അതിപ്പോൾ എല്ലാത്തിലും ഉണ്ടാകും. അത് പിന്നെ ദീന് കൽപ്പിക്കുമ്പോൾ അത് നമ്മൾ നോക്കേണ്ടതില്ല. കാരണം അത് നമുക്ക് കഴിയുന്ന കാര്യമാണല്ലോ. അപ്പം അതിന് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ഈമാനുള്ളവരും ഈമാനില്ലാത്തവരും കള്ളന്മാരും വേർതിരിയുക. അവിടെയാണ് മുഅ്മിനാര് അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ കള്ളനാരും തിരിയുക. അപ്പോൾ ജിഹാദിനെ പറ്റിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും മോശപ്പെട്ടത്, നല്ലത് എന്നറിയാൻ വേണ്ടി തന്നെയാണ് അള്ളാഹിൻ്റെ പരീക്ഷണം. അള്ളാഹ്ക്ക് അറിയാം, അത് നിങ്ങളെ ബോധ്യപ്പെടുത്തും. അള്ളാഹു നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാനാണ്. അപ്പോൾ നമ്മളല്ല പരീക്ഷിക്കും. മുഅ്മിനാണെങ്കിൽ പരീക്ഷണം ഉണ്ടാവും തന്നെയാണല്ലോ. പരീക്ഷണങ്ങൾ എന്തായാലും ഉണ്ടാകും. അത് അള്ളാഹു കൽപ്പിച്ചതിലുണ്ടാവും. അള്ളാഹു കൽപ്പിക്കുന്നതിൽ ഇപ്പോൾ 3 രൂപത്തിൽ ക്ഷമ വേണമെന്ന് പറയലുണ്ട്. എത്ര രൂപത്തിൽ? 3 രൂപത്തിൽ നമുക്ക് ക്ഷമ വേണം. സബർ എന്നുള്ള പദവിയെ നമ്മൾ പൂർത്തിയാക്കണമെങ്കിൽ സ്വാബിരീങ്ങൾക്ക് എന്താ കൂലി? ക്ഷമിക്കുന്നവർക്ക് എന്താ കൂലി? ക്ഷമിക്കുന്നവർക്കുള്ള കൂലിക്ക് കണക്കില്ല എന്നാണ്. അള്ളാഹു ക്ഷമിക്കുന്നവർക്ക് കൂലി കൊടുക്കുന്നതിന് സൂറത്ത് സുമറിൽ 10-ാമത്തെ ആയത്താണ് എൻ്റെ ഓർമ്മ. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത കൂലി എന്നാണ്. ബിഗൈരി ഹിസാബ് എന്നാണ് അള്ളാഹിൻ്റെ പ്രയോഗം. ക്ഷമിക്കുന്നവർക്ക്. അപ്പോൾ സബർ 3 രൂപത്തിലുണ്ടാകുക. ക്ഷമ 3 രൂപത്തിലാണ് നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ക്ഷമ വേണം.
സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എന്ത് വേണം? കുറച്ച് ക്ഷമ വേണം. അപ്പം നമ്മൾ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെയാണ് നമ്മുടെ താമസം, നമ്മുടെ സൗകര്യങ്ങളൊക്കെ. അവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഒറ്റക്കാണെന്ന് വിചാരിക്കുക, ആരും നമ്മളോട് പറയാനൊന്നുമില്ല. നമ്മൾ അന്യനാട്ടിലാണ്, വേറെ എവിടെയെങ്കിലുമൊക്കെയാണ്, നമ്മൾ ഒറ്റക്കാണ്, നമ്മുടെ റൂമിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആരും അറിയില്ല. നമ്മൾ സൽക്കർമ്മം ചെയ്താലും ആരും അറിയില്ല, ചെയ്തില്ലെങ്കിലും ആരും അറിയില്ല. ആ സമയത്തൊക്കെ നമുക്ക് സൽക്കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? കുറച്ച് സബർ വേണ്ടി വരും. മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിക്ക് പോകാൻ, അതിനു മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ, ഇതിലൊക്കെ എന്ത് വേണ്ടി വരും? സബർ വേണ്ടി വരും. അപ്പം അതൊരു വല്ലാത്ത ക്ഷമ തന്നെയാണ്. അത് ഒരു വട്ടം ചെയ്യുന്നതിലല്ല, തുടർത്തി കൊണ്ടുപോകാന്നുള്ളൊരു വസ്തുത ഉണ്ടല്ലോ. ഒരു സൽക്കർമ്മം തുടർത്തി കൊണ്ടുപോകാൻ വല്ലാത്ത ക്ഷമ തന്നെ വേണം. ഒരാൾ ഒരു വാള് കേട്ട്, ഒരു ഖുത്ബ കേട്ട്, ഒരു ക്ലാസ് കേട്ട് അയാൾ എന്തൊരു നിസ്കാരം തുടങ്ങി, അത് 2 ദിവസം ഉണ്ടെങ്കിൽ അതിന് വലിയ പണിയില്ല, അത് അതിൻ്റെ ചാർജിൽ ചെയ്തതാണ്. പക്ഷെ മരണം വരെ, അയാൾ ഖബറെത്തുന്നത് വരെ ഒരു സൽക്കർമ്മം തുടർത്തി കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? കുറച്ച് ത്യാഗവും ശ്രമിക്കേണ്ടി വരും. അപ്പം അത് അവിടെ സബറുണ്ട്. അത് പിന്നെ ദർസിലെ കുട്ടികൾ നല്ലോണം ശ്രദ്ധിക്കുക. കുറച്ച് സബർ ഉണ്ടെങ്കിലേ, ക്ഷമ ഉണ്ടെങ്കിലേ നമുക്ക് ഇൽമുടനവും കഴിയുള്ളൂ. പിന്നെ രണ്ടാമത്തെ ക്ഷമ വേണ്ടത്, അള്ളാഹു ഹറാമാക്കിയൊരു തെറ്റിന്ന് വിട്ടുക്കാൻ എന്ത് വേണം? സബർ വേണം. അള്ളാഹു ഹറാമാക്കിയൊരു ഹറാമുണ്ട്, മോശപ്പെട്ട കാഴ്ചകൾ, മോശപ്പെട്ട വീഡിയോകൾ, സിനിമകൾ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഹറാമുകൾ, കാഴ്ചകൾ നല്ല, കേൾവികൾ നല്ല, എന്തൊക്കെ ഉണ്ടോ, പിന്നെ ലൈംഗികപരമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ അള്ളാഹ് ഹറാമാക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കാനും എന്ത് വേണ്ടി വരും? കുറച്ച് ക്ഷമ വേണ്ടി വരും. ഏതിനാ കൂടുതൽ ക്ഷമ വേണ്ടി വരിക? ഈ പറഞ്ഞ 2 ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാനാണോ ക്ഷമ കൂടുതൽ വേണ്ടത്, അതോ പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാനാണോ ക്ഷമ കൂടുതൽ വേണ്ടത്? ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ നല്ല ക്ഷമ വേണമെന്നുള്ളതാണ് നമ്മളൊക്കെ ബദീഹിയായി, നമുക്ക് തുടക്കത്തിൽ തന്നെ വരുന്ന നല്ലൊരു മറുപടി അതാണ്. പക്ഷെ പഠിക്കുകയാണെങ്കിൽ 2 അഭിപ്രായമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. കൂടുതൽ പഠിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് തുടർത്താനായിരിക്കും ചിലപ്പോൾ എന്ത് വേണ്ടി വരിക, ഇതിനേക്കാൾ ക്ഷമ വേണ്ടി വരിക. അത് കൂടുതൽ നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി നോക്കി. നമ്മളിപ്പം മനസ്സിലാക്കുമ്പോൾ എന്താണ്, നമുക്കിപ്പോൾ നിസ്കരിക്കാനൊന്നും വലിയ പ്രയാസമല്ല, നമുക്കെല്ലാം ചെയ്യാം എന്നാണ് തോന്നുന്നതെങ്കിലും ശരിക്ക് സൽക്കർമ്മങ്ങൾ തുടർത്താനാണ് കൂടുതൽ ക്ഷമ ആവശ്യം വരിക എന്ന് ഇബ്നു റജബ് അൽ-ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ ക്ഷമ, നമ്മൾ ക്ഷമിച്ചിട്ടില്ലെങ്കിലും ക്ഷമിച്ചാലേ സംഭവിക്കും. അള്ളാഹ് ഖദറുകളുണ്ട്, നമുക്ക് വേദനിപ്പിക്കുന്ന ഖദറുകളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഖലാ ഖദർ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ അവിടെ നടക്കണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും എന്ത് ചെയ്യുക, സംഭവിക്കുക. ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തൊക്കെ ഖദറായി സംഭവിക്കുക. നമുക്ക് പെട്ടെന്നൊരു രോഗം വന്നു, എന്ത് ചെയ്യാം, അത് അള്ളാഹുവിന്റെ ഖദറാണ്, നമ്മൾ ക്ഷമിച്ചേ പറ്റുള്ളൂ. ക്ഷമിച്ചാൽ നമുക്ക് കൂലിയുണ്ട്, ക്ഷമിച്ചില്ലെങ്കിലും നമ്മൾ ക്ഷമിച്ചില്ലെങ്കിലും ആ കാര്യം എന്ത് ചെയ്യും, അത് നടക്കും. അപ്പൊ ഈ 3 വിഷയത്തിൽ നമുക്ക് ക്ഷമ വേണം. ഖലാ ഖദറിൽ ക്ഷമിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതേപോലെ തന്നെ മോശപ്പെട്ട കർമ്മത്തിൽ നിന്ന് വിട്ടേക്കാൻ നമുക്ക് ക്ഷമ വേണം. ഇത് 3ഉം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലുണ്ട്. പൊട്ടക്കിണറ്റിൽ എറിഞ്ഞത് ഖലാ ഖദറാണ്, ക്ഷമിച്ചു. അസീസിന്റെ ഭാര്യ തെറ്റിലേക്ക് വിളിച്ചപ്പോൾ അവിടുന്ന് വിട്ടുന്നത് എന്താണ്, ഈ പറയപ്പെട്ട ഒന്നാമത് പറഞ്ഞ ക്ഷമയിൽ പെട്ടതാണ്. അപ്പൊ 2ഉം സബറിന്റെ ദർജ പൂർത്തീകരിച്ച ആളായിരുന്നു അദ്ദേഹം. അതാവട്ടെ, ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെന്തായാലും ദീനിൽ ഈ രൂപത്തിലുള്ള മശക്കത്തുകൾ, അതൊന്നും ഒഴിവല്ല മതം, അതുണ്ടാകും. അതെന്തായാലും ഉണ്ടാവുമെന്ന് പഠിപ്പിക്കാനാണ് പറഞ്ഞത്. അവിടെ ചിലപ്പോൾ റുഖ്സകൾ ഉണ്ടാവണമെന്നില്ല. നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കരമായ പ്രയാസം വരുമ്പോൾ, അല്ലെങ്കിൽ ദീനിന്റെ എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ, ലറൂറാത്തിനൊക്കെ പ്രയാസം വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ദീൻ എന്ത് ചെയ്യും, കുറച്ച് അളവുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ആ അളവ് എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഇവിടെ ആയത്ത് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അം ഹസിബല്ലദീന ജതറഹുസ്സയ്യിആതി, തെറ്റുകൾ ചെയ്യുന്നവർ വിചാരിക്കുന്നുണ്ടോ, അന്നജഅലഹും കല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, ഞാൻ അവരെ ഈമാനും അമലുസ്സാലിഹാത്തും ഉള്ളവരെ പോലെ ആക്കും എന്നവർ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലുമല്ല. സൽക്കർമ്മങ്ങൾ ചെയ്ത ഒരാളും കുറേ ക്ഷമിച്ച് സഹിച്ച് ദീനു വേണ്ടി പരലോകത്ത് അതിൻ്റെ ഒരു വ്യത്യാസം കാണുക ചെയ്യും. ഇവിടെ എത്ര ആസ്വാദനം ഉണ്ടെങ്കിലും പരലോകത്ത് ഈ സ്വാലിഹും ഈമാനും അമലു സ്വാലിഹാത്തുള്ള ഒരാൾ വേർതിരിക്കപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മൾ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പിന്നെ ചെറിയ മശക്കത്ത്, അതിന് പിന്നെ ശരീഅത്തിൽ വലിയ അസറൊന്നുമില്ല. ഈ മശക്കത്ത് ചിലപ്പോൾ ശരീഅത്ത് പരിഗണിക്കും, അതിൽ ഈ ബാത്തുകളിൽ ഇങ്ങനത്തെ മശക്കത്തുകൾ ഉണ്ടാവും, ചിലപ്പോൾ അതിൽ ചില ഇളവുകളൊക്കെ തരും. പക്ഷേ ഒരു അസറും ഇല്ലാത്ത മശക്കത്തുകളുണ്ട്, ഒരു സ്വാധീനം ഇല്ലാത്ത. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അതിലിപ്പം ചിലപ്പോൾ നമ്മൾ ഇബാദത്ത് ചെയ്യൽ തന്നെ ആയിരിക്കും അവിടെ ആ മശക്കത്തിനേക്കാൾ നമ്മൾ പരിഗണിക്കണം. ചെറിയ വിരലിലൊരു ചെറിയ മുറിവുണ്ട്, വളരെ ചെറിയൊരു മുറിവ്,
വളരെ ചെറിയൊരു മുറിവ് വിരലുണ്ടായാലും അത് ബുദ്ധിമുട്ട് തന്നെയല്ലേ? അല്ലേ, ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. ചെറിയൊരു മശക്കത്ത് തന്നെയാണ്. ചെറിയൊരു മുറിവ്, ചെറിയ നമ്മുടെ വിരലൊരു മുറിവുണ്ടായി, നഖം വെട്ടിയപ്പോൾ ഒന്ന് കയറി വെട്ടി, അതുകൊണ്ട് നമുക്ക് നിസ്കാരം ഒഴിവാക്കി തരുമോ? അതുണ്ടാവില്ല. അത് അവിടെ അതിനേക്കാൾ വലുതം തന്നെയാണ്, നിസ്കാരം തന്നെയാണെന്നുള്ളതാണ്. അപ്പം അത് അങ്ങനത്തെ പരിഗണിക്കൂല. ഒരു തലവേദന വന്നു, നമുക്ക് ചിലപ്പോൾ അത് റുഖ്സായി എടുക്കലാണ് നമ്മളുള്ളത്. ഭയങ്കര തലവേദനയാണ്, പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണത് കാണാത്ത വേദനകൾ. അതായത് തലവേദന കാണൂലല്ലോ, വയറുവേദനയും കാണൂല, നെഞ്ചുവേദനയും കാണൂലല്ലോ. അതായത് പഠിക്കുമ്പോഴാണ് ഉണ്ടാവുക. ദർസ് പഠിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ട് കാര്യം അതില്ല എങ്കിൽ പിന്നെ കിടന്നിട്ട് പറയാം വയറുവേദന എന്നാണല്ലോ അങ്ങനെ ഉണ്ടാവുക. അപ്പൊ അത് ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, റുഖ്സായിട്ട് ചിലപ്പോൾ ദീന് പരിഗണിക്കൂല, തലവേദന ഒന്നും പരിഗണിക്കൂല, നിസ്കാരത്തിനും നോമ്പിനും പഠനത്തിനും ഒന്നും എന്താവില്ല, അത് പരിഗണിക്കൂല. അങ്ങനത്തെ മശക്കത്തുകൾ പരിഗണിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പൊ ഈ രൂപത്തിലാണ് മശക്കത്തുകൾ ഉണ്ടാവുക. അതാണ് അഹ്വാലുൽ മശക്ക എന്ന ഭാഗത്ത് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ നമുക്ക് പറയാം പിന്നെ അഖ്സാമു അർ റുഖസ്. ഇപ്പൊ റുഖ്സകൾ എന്നാണ് പറയാം. റുഖ്സകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇളവുകൾ. റുഖ്സകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇളവുകൾ. അതെങ്ങനെയൊക്കെയാണ് ദീന് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിലാണ്? ചില റുഖ്സകൾ എടുക്കൽ നിർബന്ധമായിരിക്കും. ചില റുഖ്സകൾ എടുക്കൽ എന്താണ്? നിർബന്ധമാണ്. ചില റുഖ്സകൾ എടുക്കൽ സുന്നത്തായിരിക്കും, മുസ്തഹബാണ്. ആ റുഖ്സ എടുക്കലാണ് നല്ലത്. ചിലത് അനുവദിക്കപ്പെട്ടതാണ്, ചിലപ്പോൾ ആ റുഖ്സ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനത്തെ ഇതുണ്ടാവും. ഇപ്പൊ നമ്മൾ എല്ലാ റുഖ്സയും ഒരേപോലെ അല്ല എന്നർത്ഥം. നമ്മൾ പറയല് റുഖ്സ എടുക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്നാണ് നമ്മൾ പറയല്. 3 രൂപത്തിൽ ഇളവുകളുണ്ട്. പിന്നെ അതും കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ദർസ് അവസാനിപ്പിക്കാം. ബാക്കിയുള്ള 4 കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ പറയാം, ആയിരിക്കും നല്ലത്. ഇളവുകൾ ഒന്ന് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളുടെ തൊണ്ടയിൽ ഒരു സാധനം കുടുങ്ങി, അപ്പൊ വെള്ളമില്ല, എവിടെയും പായപ്പായ ഒന്നുമില്ല, ആകെ ഉള്ളത് കള്ളാണ്. അയാളിത് തൊണ്ടയിൽ കുടുങ്ങി മരിക്കും. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്? അത് ആ തൊണ്ടയിൽ കുടുങ്ങിയത് പോണ അത് അത്രയാണോ ഖദർ, ആ അളവിൽ നമുക്ക് എന്ത് ചെയ്യാം? എടുത്ത് കുടിക്കുക, നമ്മൾ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി. എന്താണ് ലക്ഷ്യം? കള്ള് കുടിക്കുന്നതിൽ അപകടമല്ലേ? ഉണ്ട്, അവിടെ എന്തുണ്ട്? മഫ്സദത്തുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ മഫ്സദത്ത് അവിടെ ഉണ്ട്, ആ ജീവൻ നഷ്ടപ്പെടാന്നുള്ളതിനുണ്ട്. അപ്പൊ നമ്മൾ എന്താ എടുക്കേണ്ടത്? കഴിഞ്ഞ ക്ലാസ് എന്താ പറഞ്ഞത്? ചെറുതെടുക്കാന്നല്ലേ പറഞ്ഞത്? 2 മഫ്സദത്ത് ഏതെങ്കിലും ഒന്ന് ചെയ്ത് നിർബന്ധമാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കുക? ചെറുതെടുക്കുക. അപ്പൊ നമ്മൾ ചെറുതെടുത്ത്, അത് കള്ള് കിട്ടിയതിന്റെ പേരിൽ എടുത്ത് കുടിക്കാന്ന് ഒരിക്കലും ഇല്ല. അത് ദീൻ പഠിപ്പിച്ചിട്ടേ ഇല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതിര് കിടക്കരുത്. എത്രയാണോ ഫമൻ തുറ എന്ന് പറഞ്ഞ ആയത്തുകൾ 1, 2, 3 സ്ഥലങ്ങളിലുണ്ട്. ആരെങ്കിലും നിർബന്ധിക്കപ്പെട്ട അവസ്ഥകളിലാണെങ്കിൽ, പിന്നെ ആദിനല്ലാതെ, അതേപോലെ തന്നെ ബാഗിനല്ലാതെ, അങ്ങനെയല്ലേ, വേറെ ആദിൻ വല ബാഗിനൊക്കെയാണല്ലോ, വിട്ട് കിടക്കുക. നമ്മൾ എന്ത് ചെയ്യരുത്? ആ എത്രയാണോ നമ്മുടെ ആ തൊണ്ടയിൽ കെട്ട് മാറുക അത്രയാണ് കുടിച്ചിട്ട് പിന്നെ അത് കള്ള് തൊടാനേ പറ്റൂല. അപ്പൊ അത് പിന്നെ അത് ഹറാം തന്നെ, സംശയമല്ലേ. അപ്പൊ അവിടെ ശരീഅത്ത് റുഖ്സ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരാള് ശവം തിന്നാൻ, അല്ലെങ്കിൽ അയാൾ മരിച്ചോ, വേറെ ഒന്നുമില്ല ഇവിടെ, ശവമുള്ളൂ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പന്നിമാംസം ഉള്ളൂ, എന്താ ചെയ്യുക? അത് കഴിക്കേണ്ടി വരും. അതെടുക്കൽ നിർബന്ധമാണ്. കാരണം അവിടെ പരിഗണിക്കേണ്ടത് നഫ്സ് നഷ്ടപ്പെട്ടു പോകണല്ലോ. നമ്മള് 5 ളറൂറത്തുകളിൽ ഒന്നെന്താണ്? ശരീരം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ അതെടുക്കണം എന്നാണ് ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മുസ്തഹബായത് അതെടുക്കലാണ് നല്ലത്. ഇപ്പൊ യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ അനുവദിച്ചു തന്നിട്ടുണ്ട്? ഖസ്റാക്കാൻ. യാത്രയിൽ പൊതുവെ പണ്ഡിതന്മാര് യാത്രയിൽ ശരിക്കും റുഖ്സല്ല, അസീമത്തന്നെ ഖസ്റാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. യാത്രയിൽ ഖസ്റാക്കലാണ് നല്ലത്. പിന്നെ നല്ല ചൂടുള്ള സമയത്ത് ളുഹർ കുറച്ച് പിന്നെ അങ്ങോട്ട് നീട്ടി നിസ്കരിക്കൽ, കുറച്ച് സമയം അങ്ങോട്ട് പോയിട്ട് നിസ്കരിക്കൽ, ഇതൊക്കെ അള്ളാഹു തന്ന റുഖ്സയാണ്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ഇദസ്തദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സല എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ചെയ്യാം, പക്ഷെ ഒഴിവാക്കലാണ് നല്ലത്. ഇപ്പൊ നമുക്ക് തീരെ പ്രയാസമില്ലാത്തൊരു യാത്രയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. യാത്ര എന്ന് പറയാൻ ദൂരമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ദൂരം നോക്കുമ്പോൾ 10,000 കിലോമീറ്റർ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്തില്ല, യാത്രയുടേതായ ഒരു ക്ഷീണവും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു യാത്ര ഉണ്ട് വിചാരിക്കുക. ആ യാത്രയിൽ ഇപ്പൊ നോമ്പ് മുറിക്കണോ എന്നുള്ളിടത്ത്
ഇപ്പം യാത്രയിൽ നോമ്പ് നോറ്റ സ്വഹാബിമാരുണ്ട്, നോമ്പ് മുറിച്ച സ്വഹാബിമാരുണ്ട്. റസൂലുള്ള നോമ്പ് നോറ്റ സന്ദർഭമുണ്ട്, നോമ്പ് മുറിച്ച സന്ദർഭവും കാണാം. അത് അവരുടെ യാത്ര നമ്മൾ ആലോചിക്കണം. അപ്പം ഇങ്ങനെയുള്ള ഒരു യാത്രയാണ്, നമുക്ക് തീരെ പ്രയാസമല്ല. അതായത് യാത്രയുമായി ബന്ധപ്പെട്ടൊരു ബുദ്ധിമുട്ടുമില്ല. അത്ര ദൂരം താണ്ടുന്നതിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരു 84 കിലോമീറ്റർ കഴിഞ്ഞിക്കണം, അല്ലെങ്കിൽ ഒരു 100, 110, 200 കിലോമീറ്റർ അയക്കണം. എന്നാലും നമുക്ക് എന്തില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം അത് നമ്മൾ വൈകുന്നേരമാണ് യാത്ര വരുന്നത്. അതിൻ്റെ പേരിൽ നമ്മൾ രാവിലെ തന്നെ നോമ്പ് മുറിക്കണമെന്നാണ് ചോദിക്കണം. നമുക്ക് യാത്ര ഉണ്ട്, അതുകൊണ്ട് ഞാൻ നോമ്പ് വെക്കണില്ല. അവിടെ ചിലപ്പോൾ നമ്മൾ ആ റുക്സ് എടുക്കാതിരിക്കലാണ് കൂടുതൽ നല്ലത്. അനുവദിക്കപ്പെട്ടിട്ടുണ്ട് യാത്ര എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്തുണ്ട്, റുക്സ് ഉണ്ട്. പക്ഷെ അവിടെ ചിലപ്പോൾ അത് ഒഴിവാക്കലായിരിക്കും നല്ലത്. ഇങ്ങനെയുള്ളൊരു പ്രത്യേക സന്ദർഭം, ആ യാത്രൻ്റെ വിശേഷമൊക്കെ പാലിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്താണ്. അപ്പം എന്തായാലും ഈ ഒരു കായിക നമുക്ക് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് പറയാൻ. അള്ളാഹുവിൻ്റെ ദീന് ഏത് കാലത്തിനും ഏത് സന്ദർഭത്തിനും ആപ്റ്റാണ്. അതായത് ഏത് സന്ദർഭത്തിനും മതം നമുക്ക് അനുയോജ്യമായ മതമാണ്. അത് നമുക്കൊരു കെട്ടിക്കൊടുക്കില്ല നമ്മുടെ മതത്തിൽ. ഇങ്ങനെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ അവിടെ കൃത്യമായ നിലപാട് അപ്പം അവിടെ ഉണ്ട്. വേറൊരു സന്ദർഭം വരികയാണെങ്കിൽ അതിന് യോജിച്ചൊരു നിലപാട് മതം അവിടെ പറയും. അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി അളന്ന് തൂക്കി മുറിച്ചെടുത്ത പോലെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്തിനും കൃത്യമായ മറുപടികളും കൃത്യമായ ഇവിടെ എന്താ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മളൊക്കെ എന്താ കാട്ടുക, ഒന്നും കാട്ടുക. നമ്മൾ കൊറോണ കാലത്ത് ജീവിച്ചില്ലേ? കൊറോണ കാലത്ത് നമ്മൾ നിസ്കാരം പോയിട്ടില്ലല്ലോ. അന്ന് ജുമ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യൻ്റെ വിധി. അങ്ങനെ മതം ഇത് വരുമ്പോൾ അന്ന് ജുമ ഇല്ല. ആണ്ടോ നിങ്ങൾ ദീനിൽ കുറവ് വരുത്തില്ല. ദീനിൽ കുറവ് വരുത്തല്ലേ ചെയ്തത്, ദീനുള്ളത് പോലെ നടത്തുകയാണ് ചെയ്തത്. ഉള്ളതുപോലെ എന്താക്കി ദീന് നടത്തി. ദീനിൽ അങ്ങനെ പ്രയാസം വരുമ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല, ജുമ നിർബന്ധമല്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് നമുക്ക് ഏത് കാലത്തിനും ഏത് സന്ദർഭത്തിനും ആപ്റ്റാണെന്നാണ് ഈ കായികകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മളായിട്ട് കുറേ ദീനിൽ എന്ത് ചെയ്യരുത്, ഇളവുകൾ ഉണ്ടാക്കരുത്. ഇങ്ങനെ ഇളവുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ ഇളവുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നമ്മൾ മൊത്തം ശരീഅത്തിനെ വായിച്ചെടുത്തതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകളാണ് വായിക്കുന്നത്. ശരീഅത്ത് മുഴുവൻ പണ്ഡിതന്മാർ റിസൾട്ടായി രേഖപ്പെടുത്തി വെക്കുന്നതാണ്. മൊത്തം ശരീഅത്തിനെ വായിക്കുമ്പോൾ ഇനി അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ എങ്ങനെയാണ് ഈ കായിക കൂടി പരിഗണിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. കാരണം മൊത്തം ശരീഅത്ത് വായിക്കുമ്പോൾ അള്ളാഹു എന്ത് കൊടുത്തിട്ടുണ്ട്, റുഖ്സകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കും പണ്ഡിതന്മാരുടെ ഫത്വകളും വരിക. ചില നാട്ടിൽ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഫത്വ വരാൻ കാരണവും ഈ കായിക കൂടി പരിഗണിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കായികയുടെ ബൈത്ത് ഇങ്ങനെയാണ്, വമിൻ ഖവാഇദി ശരീഅത്തി തൈസീറു ഫീ കുല്ലി അംരിൻ നാബഹു തഅ്സീറു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു 4 വിഷയം കൂടി പറയാനുണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മസലകൾ വരുന്നത് എവിടേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റുഖ്സ തന്നിട്ടുള്ളത്. പൊതുവെ അതിൽ ഇപ്പോൾ മറവി വരുമ്പോൾ, രോഗം വരുമ്പോൾ, യാത്ര വരുമ്പോൾ, അറിവുകേട് വരുമ്പോൾ, അതേപോലെ ഒരാൾ നിർബന്ധിക്കപ്പെടുന്ന സന്ദർഭത്തിൽ, അങ്ങനെ മൊത്തം മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രയാസങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങൾ എല്ലാം വളരെ ഡീപ്പായിട്ട് പറയേണ്ട വിഷയങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്ക് അത് മാറ്റി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് ആഴത്തിൽ പഠിക്കാനും നല്ല ക്ഷമയോടുകൂടി ദീന് കൊണ്ട് നടക്കാനും അങ്ങനെ ഖബറിലെത്തി റാഹത്തോടു കൂടി വിശ്രമിക്കാനും എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മതം ആഴത്തിൽ പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നല്ല തഖ്വയോടെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട, അള്ളാഹുവിനെ പേടിച്ച്, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദാ അല്ലാഹു അലം വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന വഹബീബിന മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.